ഹായ് ഹലോ എല്ലാവർക്കും അച്ഛൻ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ചിക്കൻ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്ന്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എല്ലാവരും ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുത്ത് അതൊന്ന് അപ്ലോഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആരും പൊങ്കാലിടാനൊന്നും വരണ്ട കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഉണ്ടാക്കുന്നതിന് ഓരോ രീതി ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് ചിക്കൻ നന്നായി കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് അതും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരിട്ട് കുക്കറിൽ തന്നെയാണ് ആക്കുന്നത്. അപ്പോൾ കുക്കർ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ പാർന്നു കേട്ടോ. കടുക് നന്നായി ചൂടാവണം. പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം വെല്ലുള്ളി ചേർക്കണം കേട്ടോ. വെല്ലുള്ളി നന്നായി വന്നതിന് ശേഷം തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും ചേർക്കണം. വരാൻ വേണ്ടിയിട്ട് മൂടി വെച്ചാലും പെട്ടെന്ന് വഴന്ന് വരും കേട്ടോ. പക്ഷേ ഞാൻ ഇളക്കി തന്നെ വഴറ്റിയെടുത്തു എന്നാണ് സത്യം. അപ്പോൾ എന്താ പറയുക, നന്നായി വന്നതിന് ശേഷമാണ് ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളകൊക്കെ ചേർത്തത് കേട്ടോ. അതൊന്ന് ഒതുങ്ങി വരുന്ന രീതിയിൽ വന്നാൽ മസാലകളൊക്കെ ചേർത്ത് കൊടുത്തു. ഇതൊക്കെ ഒന്ന് നന്നായി ഒതുങ്ങി വന്നതിന് ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് വഴറ്റിയെടുത്തിട്ടോ. ഒന്നുകൂടി അങ്ങനെ വഴറ്റിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും പാർന്നു. ഞാൻ കുറച്ച് വെള്ളമേ പാർന്നുള്ളൂ. കാരണം ഉള്ളി വെന്ത് വരുമ്പോൾ തന്നെ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങുമല്ലോ. അപ്പോൾ കൂടുതൽ വെള്ളമായി പോകണ്ട വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വെള്ളമേ പാർന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്താ പറയുക, അങ്ങനെ വെള്ളം പാർന്നിട്ട് ഒരു തിളയിലൊന്ന് എടുത്തുട്ടോ. അങ്ങനെ ഒരു തിള വന്നതിന് ശേഷമാണ് ചിക്കൻ ചേർത്ത് കൊടുത്തത്. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായി മിക്സ് ചെയ്തിട്ട് കുക്കറിൻ്റെ അടുപ്പ് വെച്ചിട്ട് വിസിലടുപ്പിച്ചിട്ട് ഞാനൊരു 3 വിസിലാണ് അടുപ്പിച്ചത്. അതിൽ തന്നെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചിക്കൻ. ചിക്കൻ വെന്ത് വരുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, ഒരു അരമുറി തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട് പാലെടുക്കാൻ വേണ്ടിയിട്ടോ. അപ്പോൾ നന്നായി പിഴിഞ്ഞ് പാലെടുക്കണം. അപ്പോൾ ഇതാ വിസിലൊക്കെ പോക്കി ചിക്കൻ കറീൻ്റെ ഒരു പരിഭവം ഇതാണ്. അപ്പോൾ എന്താ പറയുക, അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തുട്ടോ. പിന്നെ തേങ്ങാപ്പാലും ചേർത്ത് കൊടുത്തു. അതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്തു. അതിലേക്ക് മല്ലിച്ചപ്പും കറിവേപ്പിലയും ഇട്ടു. കുറച്ച് പച്ച വെളിച്ചെണ്ണ വേണമെങ്കിൽ ഇട്ട് കേട്ടോ.